കേരള സർവകലാശാലയിൽ അസാധാരണ നടപടിയുമായി വൈസ് ചാൻസലർ. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് വി.സി. പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് വി.സി. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വി.സി. ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ പി. ഹരികുമാറിന് നൽകും. കെ.എസ്. അനിൽകുമാർ ചാൻസലർ കൂടിയായ ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിയതായി അറിയിപ്പ് നൽകിയതിനാണ് നടപടിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വേദിയിൽ ഉപയോഗിച്ച മതചിഹ്നം ഏതാണെന്ന് വ്യക്തമല്ലെന്നും സസ്പെൻഷൻ ഉത്തരവിൽ വിചിത്രവാദം. മറയൂരിൽ നിന്ന് ചന്ദനം മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയും സഹായിയും പിടിയിൽ. അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന ഗുണ്ട തിരുവനന്തപുരം സ്വദേശി അജിത്തും മറയൂർ സ്വദേശി മഹേഷുമാണ് പിടിയിലായത്. കൊലപാതകം ഉൾപ്പെടെ 26 കേസുകളിൽ പ്രതിയായ അജിത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ വെച്ചാണ് കൊലപാതക കേസിൽ പ്രതിയായ മഹേഷിനെ പരിചയപ്പെടുന്നത്. പിന്നീട് മഹേഷ് മുഖേന മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പദ്ധതിയിടുകയായിരുന്നു. തമിഴ്നാട്ടിലെ വീണ്ടും സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ. തിരുവള്ളൂരിലെ 24-കാരിയായ ലോകേശ്വരിയാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹം. 1 പവന് സ്വർണത്തിന്റെ പേരിലാണ് ലോകേശ്വരിയെ ഭർത്താവിന്റെ കുടുംബം പീഡിപ്പിച്ചിരുന്നതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ലോകേശ്വരിയുടെ വരൻ പനീർ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ്. 10 പവന് സ്വർണമാണ് പനീറിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. എന്നാൽ 5 പവന് നൽകാമെന്ന് യുവതിയുടെ കുടുംബം പറഞ്ഞപ്പോൾ അംഗീകരിച്ചു. പക്ഷേ ലോകേശ്വരിയുടെ കുടുംബത്തിന് 4 പവന് സ്വർണമാണ് നൽകാൻ കഴിഞ്ഞത്. 1 ബൈക്കും ഇവര് സ്ത്രീധനമായി നൽകിയിരുന്നു. എന്നാൽ 1 പവന് സ്വർണവും എ.സിയും നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിന്റെ കുടുംബം യുവതിയെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ അമ്മയും സഹോദരന്റെ ഭാര്യയും ചേർന്ന് വീട്ടുജോലികളെ മുഴുവനും യുവതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചുവെന്നും സോഫയിൽ ഇരിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ആരോപിക്കുന്നു. മൂത്ത മരുമകൾക്ക് 12 പവന് സ്വർണം ലഭിച്ചിരുന്നുവെന്ന് പറഞ്ഞും ലോകേശ്വരിയെ സമ്മർദ്ദത്തിലാക്കി. കഴിഞ്ഞ ദിവസം യുവതി സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ ശുചിമുറിയിൽ വെച്ച് തൂങ്ങിമരിക്കുകയായിരുന്നു. കുളിക്കാനായി പോയ ലോകേശ്വരി ഏറെ നേരം കഴിഞ്ഞും തിരിച്ചുവരാതായതോടെ ചെന്ന് നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല. തിരുപ്പൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യ. കെ. സുധീറിനെ തൃണമൂല് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സംസ്ഥാന കോഓർഡിനേറ്റർ പി.വി. അൻവർ വ്യക്തമാക്കി. തൃണമൂല് കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരിയിൽ മത്സരിച്ചിരുന്നു. വെട്രിമാരന്റെ സംവിധാനത്തിൽ ധനുഷ് നായകനായി 2018 പുറത്തിറങ്ങിയ വടചെന്നൈ എന്ന ചിത്രത്തിന്റെ യൂണിവേഴ്സിലുള്ള പുതിയ ചിത്രത്തിൽ ചിമ്പു നായകനാകും. ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ആദ്യ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ധനുഷ് NOC സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ധനുഷ് നിർമ്മിച്ച നാനും റൌഡി താൻ എന്ന ചിത്രത്തിലെ ഫുട്ടേജുകൾ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചു എന്ന പേരിൽ നടൻ നയൻതാരയ്ക്കെതിരെ നിയമ നടപടിയെടുത്തത് വൻ വാർത്തയായിരുന്നു. അപ്പോഴാണ് വർഷങ്ങളായി പരസ്പര വൈരികളെന്ന് അറിയപ്പെടുന്ന ധനുഷും ചിമ്പുവും മത്സരബുദ്ധിയില്ലാതെ സഹകരിച്ചു പോകുന്നുവെന്ന വാർത്ത ആരാധകരിലെത്തുന്നത്. വർഷങ്ങളായി ആരാധകര് ചാർത്തി നൽകിയ ക്യാപ്റ്റന് കൂള് എന്ന വിളിപ്പേരിന് ട്രേഡ്മാർക്ക് സ്വന്തമാക്കാനൊരുങ്ങി മഹേന്ദ്ര സിംഗ് ധോണി. കായിക പരിശീലനം, കോച്ചിംഗ് സേവനങ്ങള്, പരിശീലന കേന്ദ്രങ്ങള് എന്നിവയ്ക്കായി ക്യാപ്റ്റന് കൂള് എന്ന വിളിപ്പേര് എക്സ്ക്ലൂസീവായി ഉപയോഗിക്കുകയാണ് ധോണിയുടെ ആഗ്രഹമെന്നാണ് വിവരം. ട്രേഡ്മാർക്ക് രജിസ്ട്രി അപേക്ഷ സ്വീകരിക്കുകയും നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പൊതു ആരോഗ്യരംഗം പ്രതിസന്ധിയിലെന്ന് ഡോക്ടർ ശശി തരൂർ MP. പതിറ്റാണ്ടുകളായി നേടിയതെല്ലാം നഷ്ടപ്പെടും എന്ന നിലയിലെന്നും പരിഹാരത്തിനായി കാണിക്കുന്ന അലംഭാവത്തിന് വലിയ വില നൽകേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ സർക്കാർ ആശുപത്രികളോട് ഇഷ്ടവും വിശ്വാസവുമെന്നും 2 തവണ താന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിച്ചപ്പോഴും മെച്ചപ്പെട്ട ചികിത്സയും സ്നേഹപൂർണമായ പരിചരണവും ലഭിച്ചുവെന്നും അദ്ദേഹം കുറിച്ചു. ആരോഗ്യ പ്രവർത്തകര് കരുണാപൂർവ്വം ഇടപെട്ടു. പലപ്പോഴും ഉപകരണങ്ങളും മരുന്നുകളും പോലും ഇല്ലാതെ പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. സാധ്യമായതെല്ലാം ചെയ്താലും പഴി കേൾക്കുന്നതാണ് അവസ്ഥ. താന് MP ആയതിനുശേഷം 7.5 കോടിയോളം രൂപ ആരോഗ്യമേഖലയിൽ ചിലവാക്കി ശശി തരൂർ കൂട്ടിച്ചേർത്തു. മാഹിയിൽ നിന്നും പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 100 കുപ്പി വിദേശ മദ്യം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. തമിഴ്നാട് കാമാച്ചിപുരം സ്വദേശി ശശി, മേട്ടുപട്ടി സ്വദേശി ശരവണൻ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. വടകരയിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കണ്ണൂരിൽ പഴവർഗ്ഗങ്ങൾ ഇറക്കി തിരികെ പോകുമ്പോഴാണ് ഇവർ വാഹനത്തിൽ മദ്യം കടത്തിയത്.
ഫേസ്ബുക്ക് പരിചയത്തിലൂടെ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ സബ് ഇൻസ്പെക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ സെഷൻസ് കോടതി തള്ളി. വിവാഹമോചിതയായ യുവതിയെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ശേഷം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടുകാർക്ക് കാണണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചാലക്കുടി പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ച കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ ഇടുക്കി ജില്ലാ കഞ്ഞിക്കുഴി പഴയാരിക്കണ്ടം വലിയ വീട്ടിൽ സുധാകരൻ മകൻ അമൽവി സുധാകരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പി സേതലവിയാണ് തള്ളിയത്. കൊൽക്കത്തയിലെ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസില് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. DVRും പ്രതികളുടെ മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കൂട്ടബലാത്സംഗം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൽക്കട്ട ഹൈക്കോടതിയില് പൊതുതാൽപര്യ ഹർജി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസില് 1.5 മിനിറ്റ് ദൃശ്യമാണ് മുഖ്യപ്രതി മനോജിത് മിശ്രയുടെ ഫോണിലുള്ളത്. പെൺകുട്ടിയെ വലിച്ചിഴച്ച് ഗാർഡ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം ലോ കോളേജിന്റെ CCTVയിലും പതിഞ്ഞിട്ടുണ്ട്. 7 CCTV ക്യാമറകളുടെ DVRും പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളുമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള പണിമുടക്കുന്ന എക്സ്റേ മെഷീന് പകരം നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവുമധികം ഇമേജുകൾ എടുക്കാൻ കഴിയുന്ന ഡിജിറ്റൽ റേഡിയോഗ്രാഫി സിസ്റ്റം അനിവാര്യമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സർക്കാർ ആശുപത്രികളിലെ പ്രതിസന്ധിക്ക് കാരണം സ്വകാര്യ ലോബികളെന്ന് KC വേണുഗോപാൽ. ആരോഗ്യവകുപ്പിനെതിരെയുള്ള കോൺഗ്രസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്പർ 1 കേരളമെന്ന് പിണറായി വിജയൻ വീമ്പ് പറയുന്നു. പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണ് കുടിശ്ശിക. എല്ലാ മേഖലയിലും കുടിശ്ശികയാണ്. മരുന്നിന് പോലും പണം നൽകുന്നില്ല. ധനകാര്യമന്ത്രി യഥാർത്ഥ വസ്തുത മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടല് ദുരിതബാധിതർക്ക് 30 വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക ദുരുപയോഗം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ലെന്നും പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുല മാങ്കൂട്ടത്തില് വൈസ് പ്രസിഡന്റ് അഭിന് വർക്കി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കെതിരെയാണ് പരാതി. കോലഞ്ചേരി സ്വദേശിനിയാണ് കൊച്ചി സെൻട്രല് പോലീസില് പരാതി നൽകിയത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാല് സിനിമയിലേക്ക്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായികയായാണ് വിസ്മ എത്തുന്നത്. ചിത്രത്തിന്റെ പേരും ആശീർവാദ് സിനിമാസ് പ്രഖ്യാപിച്ചു. തുടക്കം എന്നാണ് ചിത്രത്തിന്റെ പേര്. ആശീർവാദ് സിനിമാസിന്റെ ബാനറില് ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 37ാം ചിത്രമാണ് ഇത്. മകൾക്ക് ആശംസയുമായി നടൻ മോഹൻലാൽ രംഗത്തെത്തി. പ്രിയപ്പെട്ട മായക്കുട്ടി, നിന്റെ തുടക്കം സിനിമയോടുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യപടിയാകട്ടെ എന്ന് മോഹൻലാൽ കുറിച്ചു. കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു സിനിമയായിരിക്കും ഇത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റില്. പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിചയപ്പെടുകയും കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇൻസ്റ്റഗ്രാം വഴി ബന്ധപ്പെടുകയും ചെയ്ത ഇയാൾ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിലൂടെ കുട്ടിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തില് നെടുമ്പ്രം പൊടിയാടി സ്വദേശി സഞ്ജയ് S. നായരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സഞ്ജയ് കഴിഞ്ഞ ഡിസംബറില് മാതാപിതാക്കള് അറിയാതെ കുട്ടിയെ കാറിൽ കയറ്റി തടിയൂരുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോവുകയും കടന്നുപിടിച്ച് ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ DGP റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയത് UDF സർക്കാരാണ്. സംഭവത്തിന് 2 ദിവസം മുൻപ് മാത്രമാണ് റവാഡ ചന്ദ്രശേഖർ IPS ഉദ്യോഗസ്ഥനായി ചുമതലയേൽക്കുന്നത്. ആന്ധ്രക്കാരനായ അദ്ദേഹത്തിന് കണ്ണൂരിന്റെയോ തലശ്ശേരിയുടെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമോ മനസ്സിലായിട്ടില്ല. കണ്ണൂരിൽ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. കൂത്തുപറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 6 സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത്. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നുമാണ് ബോംബ് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തുകയും ബോംബ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. അതേസമയം കൂത്തുപറമ്പിൽ 2 സ്റ്റീൽ ബോംബുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. കിണറ്റിൻവീട് ആമ്പിലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. ഉഗ്രശേഷിയുള്ള ബോംബുകളാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം പെരുമ്പാവൂരില് പരീക്ഷാ പേടിയില് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പെരുമ്പാവൂര് പൊക്കല് സ്വദേശി അക്ഷരയാണ് മരിച്ചത്. പരീക്ഷ നന്നായിട്ട് എഴുതാന് കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് Z4 ന്യൂസ്.